ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും സൈനിക രംഗത്തും. അനുദിനം നൂതനമായ സാങ്കേതിക വിദ്യയിൽ ഉരുത്തിരിയുന്ന ആയുധങ്ങളാണ് ഇന്ത്യൻ സൈന്യം രംഗത്തിറക്കുന്നത്. കര, വ്യോമ, നാവിക സേനകൾ മൂന്നും മത്സരിച്ചാണ് തന്ത്രപ്രധാനമായ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതും ടെക്നോളജിയിൽ വമ്പന്മാരായ രാജ്യങ്ങളിൽ നിന്ന് അത് വാങ്ങുന്നതും. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പ്രതിരോധ പങ്കാളികളാണ് റഷ്യയും ഇസ്രായേലും USA-യും ഫ്രാൻസും എല്ലാം. ഒരുപക്ഷെ ഈ രാജ്യങ്ങളിൽ പലരും ആശയപരമായി യോജിക്കാത്തവരായിരിക്കാം, പക്ഷേ ഇവരിൽ പലരുമായും ഇന്ത്യക്ക് നല്ല നയതന്ത്ര ബന്ധവും സൈനിക ബന്ധവുമുണ്ട്. ഇന്ത്യയുടെ എക്കാലത്തെയും വിശ്വസ്തനായ പങ്കാളിയാണ് റഷ്യ. സോവിയറ്റ് യൂണിയന് ശേഷം സോവിയറ്റ് യൂണിയന്റെ പിന്തുടർച്ചാവകാശം കരസ്ഥമാക്കിയ റഷ്യ അതേ ബന്ധം നിലനിർത്തി പോരുന്നുണ്ട്. എന്നാൽ ശീതയുദ്ധാനന്തര ലോകത്ത് ഇന്ത്യ റഷ്യ ബന്ധത്തിന് ഒരല്പം ദുർബലതയും ഉലച്ചിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ആ ബന്ധം ഇന്നും നല്ലതുപോലെ തന്നെ മുന്നേറുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി റഷ്യയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പൽ INS തമാലിനെ കുറിച്ചുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറയെ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപരമായ മേധാവിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നിരവധി യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമൊക്കെ സ്വന്തമാക്കുകയാണ്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് INS തമാൽ. ഇത് അത്യുഗ്ര പ്രഹരശേഷിയുള്ള ഒരു യുദ്ധക്കപ്പലാണ്. റഷ്യയിലെ കലിനിൻഗ്രാഡിൽ വച്ചാണ് യുദ്ധക്കപ്പൽ INS തമാൽ നമ്മുടെ നാവികസേനയുടെ ഭാഗമായത്. ഇത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തത്തിന് കീഴിൽ റഷ്യയിൽ നിർമ്മിച്ച യുദ്ധക്കപ്പലാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് വേണ്ടി വിദേശ രാജ്യത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ യുദ്ധക്കപ്പലായിരിക്കും INS തമാൽ. കാരണം ആത്മനിർഭർ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇനി നാവികസേനയ്ക്കുള്ള യുദ്ധക്കപ്പലുകളെല്ലാം തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് തീരുമാനം. ഇപ്പോൾ തന്നെ അനവധി യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും എല്ലാം വിമാനവാഹിനി കപ്പൽ വരെ ഇന്ത്യയിൽ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് എല്ലാ യുദ്ധക്കപ്പലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് രാജ്യത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു വിദേശ രാജ്യത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ യുദ്ധക്കപ്പലായിരിക്കും INS തമാൽ. അനവധി പരീക്ഷണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ കപ്പലിനെ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തത്. വ്യത്യസ്തമായ കാലാവസ്ഥയിൽ, അതും കടുത്ത തണുപ്പിലുൾപ്പെടെ ശൈത്യത്തിലുൾപ്പെടെ വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയിലെ പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടാണ് നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തത്. ഈ അത്യുഗ്ര യുദ്ധക്കപ്പൽ നാവികസേനയുടെ പടിഞ്ഞാറൻ കമാൻഡിന്റെ ഭാഗമായി അറബിക്കടലിലാണ് പ്രവർത്തിക്കേണ്ടത്. യുദ്ധവിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും എതിരെ കുത്തനെ ആകാശത്തേക്ക് സർഫസ് ടു എയർ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും INS തമാലിലുണ്ട്. അതുപോലെ തന്നെ കടലിനടിയിലൂടെ പാത്തും പതുങ്ങിയും എത്തി ആക്രമണം നടത്തുന്ന അന്തർവാഹിനികളെ തകർക്കാനുള്ള അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും റോക്കറ്റുകളും എല്ലാം തമാലിലുണ്ട്. റഷ്യയിലെ കലിനിൻഗ്രാഡിലെ യാന്താർ ഷിപ്പ്യാർഡിലാണ് ഈ കപ്പലിന്റെ നിർമ്മാണം നടന്നത്. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ടാമത്തെ തുഷി ക്ലാസ് സ്റ്റെൽത്ത് യുദ്ധക്കപ്പലാണ് തമാൽ. ഇത് റഷ്യൻ ക്രിവാക്സ് ക്ലാസ് യുദ്ധക്കപ്പലുകളെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചത്. ഇനി ഇത്തരം കപ്പലുകളെല്ലാം തന്നെ രാജ്യത്താണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഡിസൈൻ അനുസരിച്ചുള്ള 4 യുദ്ധക്കപ്പലുകൾ കരാർ പ്രകാരം നിർമ്മിക്കാൻ രാജ്യം പദ്ധതിയിടുന്നുണ്ട്. കപ്പലുകൾക്ക് വേണ്ടി ഇന്ത്യ 21,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. 39,000 ടൺ കേവ് ഭാരമുള്ള കപ്പലിന് 125 മീറ്ററാണ് നീളം. ഇതിൽ ഭാരമേറിയ ടോർപിഡോകളും ബ്രഹ്മോസ് മിസൈലുകളും എല്ലാം വഹിക്കാനുള്ള ശക്തിയുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ അഥവാ 30 നോട്ടിക്കൽ മൈലാണ് ഈ കപ്പലിന്റെ വേഗത. റഷ്യയിൽ ഇത്തരത്തിലെ 2 യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാനും ശേഷിക്കുന്ന 2 എണ്ണം ഇന്ത്യയിലെ ഗോവ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കാനുമാണ് ധാരണ. ത്രിപുത് ക്ലാസ് എന്നാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കപ്പലുകളെ വിശേഷിപ്പിക്കുന്നത്. INS തമാലിൽ ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനുമുള്ള അതിന് കഴിയുന്ന തരത്തിലുള്ള ഡോക്കാണുള്ളത്. ചുറ്റിനും ശത്രുക്കൾ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് നിരീക്ഷണത്തിനും വളരെ വേഗത്തിനുള്ള പ്രത്യാക്രമണത്തിനും ഈ കപ്പൽ സേനയെ സഹായിക്കും. സ്റ്റെൽത്ത് സംവിധാനങ്ങൾ ഇതിലുള്ളതിനാൽ റഡാർ നിരീക്ഷണങ്ങളെ എല്ലാം മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള കപ്പലാണ് ഇത്. ഈ കപ്പലിന് F-16, F-35 തുടങ്ങിയ
അത്യാധുനിക യുദ്ധ വിമാനങ്ങളെ നേരിടാനുള്ള കഴിവുണ്ട്. എന്തുകൊണ്ടും നാവികസേനയ്ക്ക് കരുത്ത് പകരുകയാണ് INS തമാൽ. ഈ അന്തർവാഹിനികളും ഡ്രോണുകളും ഉപയോഗിച്ചിട്ടുള്ള ആക്രമണങ്ങളെയും ഈ കപ്പൽ പ്രതിരോധിക്കും. അതിനുള്ള സംവിധാനങ്ങളും ഈ കപ്പലിൽ ഉണ്ട്. INS തമാൽ എന്താണ്? INS തമാൽ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്. നിർമ്മിച്ചത് യാന്തർ കപ്പൽശാല, റഷ്യ. പ്രോജക്റ്റ് 2016 റഷ്യയുമായി ഒപ്പുവെച്ച $2.5 ബില്യൺ കരാറിൻ്റെ ഭാഗമായുള്ള പ്രോജക്റ്റ്. പ്രധാന സവിശേഷതകൾ: സ്റ്റെൽത്ത് ടെക്നോളജി. റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുന്നതിനും കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നതിനും രൂപകൽപ്പന ചെയ്തതാണ്. ഈ കപ്പലിനെ മറ്റു റഡാർ സിസ്റ്റങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഇതിലെ നൂതന ആയുധങ്ങൾ എന്തൊക്കെയാണ്? അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും നാവിക തോക്കുകളും കൊണ്ട് ഇത് സജ്ജീകരിച്ചിരിക്കുന്നു. സംയോജിത സംവിധാനങ്ങൾ എന്തൊക്കെ? മെച്ചപ്പെട്ട പ്രവർത്തന കാര്യക്ഷമതയ്ക്കായി റഷ്യൻ ഇന്ത്യൻ ഉപകരണങ്ങൾ ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ഇതിൻ്റെ ക്രൂ പരിശീലനം എങ്ങനെയാണ്? സുഗമമായ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേന അംഗങ്ങൾക്ക് റഷ്യൻ സ്പെഷ്യലിസ്റ്റുകൾ പരിശീലനം നൽകുന്നു. ഈ കപ്പലിൻ്റെ പ്രാധാന്യം എന്താണ്? ആയുധ ഇറക്കുമതി അവസാനിച്ചു. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു മാറ്റത്തിൻ്റെ അടയാളമായി ഇന്ത്യക്ക് പുറത്ത് കമ്മീഷൻ ചെയ്യുന്ന അവസാന യുദ്ധക്കപ്പലാണ് INS തമാൽ. നാവികശേഷി വർദ്ധിപ്പിക്കൽ. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനശേഷി ഈ കപ്പൽ കാരണം വളരെ ശക്തിപ്പെടും. തന്ത്രപരമായ പങ്കാളിത്തം. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ശക്തമായ പ്രതിരോധ ബന്ധത്തെ എടുത്തു കാണിക്കുന്നു. സാങ്കേതിക കൈമാറ്റം. ഇന്ത്യയിൽ സമാനമായ ഫ്രിഗേറ്റുകളുടെ തദ്ദേശീയ നിർമ്മാണത്തിന് വഴിയൊഴുക്കുന്നു. പ്രവർത്തന സന്നദ്ധത. ഇതേ പദ്ധതിക്ക് കീഴിലുള്ള ആദ്യത്തെ ഫ്രിഗേറ്റായ INS തുഷീൽ 2024 ഡിസംബറിൽ കമ്മീഷൻ ചെയ്തതിനെ തുടർന്നാണ് ഇത്. സവിശേഷതകളും കഴിവുകളും. നീളവും ശേഷിയും. ഇതിന് 125 മീറ്റർ നീളം, ഏകദേശം 3900 ടൺ ഭാരം വഹിക്കും. വേഗതയും പരിധിയും. പരമാവധി വേഗത 30 നോട്ടിക്കൽ മൈൽ. ഒരു വിന്യാസത്തിൽ 3000 കിലോമീറ്റർ സഞ്ചരിക്കും. ഈ കപ്പലിൻ്റെ പോരാട്ട റോളുകൾ എന്താണ്? ബഹുമുഖ യുദ്ധം, വായു ഉപരിതലം, കപ്പലിനടിയിലെ യുദ്ധം, അതായത് അണ്ടർ വാട്ടർ യുദ്ധം, ഇലക്ട്രോണിക് യുദ്ധം. ഇതിലെ മിസൈൽ സംവിധാനങ്ങൾ എന്തൊക്കെ? ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ലംബമായി വിക്ഷേപിക്കാവുന്ന ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് തൊടുക്കാവുന്ന മിസൈലുകൾ. അണ്ടർ സീ വാർഫെയർ എന്താണ്? ടോർപിഡോകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, സോണാർ സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ വ്യോമയാന ശേഷി എങ്ങനെ? നിരീക്ഷണവും ആക്രമണ ദൂരവും വർദ്ധിപ്പിക്കുന്ന ഒരു മൾട്ടി റോൾ നാവിക ഹെലികോപ്റ്റർ ഇതിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും.